നമസ്കാരം. ഇന്നത്തെ വീഡിയോ 5 മിനിറ്റ് കൊണ്ട് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സൃഷ്ടി മുതൽ അന്ത്യം വരെയുള്ള കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത്. ഹായ് ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. ആദിയിൽ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചു. സൃഷ്ടികർമ്മങ്ങൾക്കൊടുവിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവർക്കൊപ്പം വസിക്കുകയും ചെയ്തു. എന്നാൽ സാത്താൻ്റെ വലയത്തിൽ വീണ മനുഷ്യൻ വിലക്കപ്പെട്ട പഴം ഭക്ഷിക്കുകയും ലോകത്തിലേക്ക് പാപം കടന്നു വരികയും ചെയ്തു. പാപത്തിൻ്റെ കറവീണ ഭൂമിയിൽ നോഹയുടെ കാലത്ത് ഒരു വലിയ പ്രളയമുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ദൈവം എബ്രഹാമിനെ വിളിച്ച് ജനതകളുടെ പിതാവാകണമെന്ന് വാഗ്ദാനം ചെയ്തു. അതിനുവേണ്ടി അബ്രഹാമിന് ഒരു പുത്രനെ ദൈവം നൽകി. അവനെ ഇസഹാക്കെന്ന് വിളിച്ചു. ഇസഹാക്കിൻ്റെ മകൻ യാക്കോവ്. യാക്കോവിന് 12 പുത്രന്മാർ. അവന് ഇഷ്ടപുത്രൻ ജോസഫ് ഈജിപ്തിൻ്റെ അധിപനായി. യാക്കോവിൻ്റെ കുടുംബത്തെയും ഈജിപ്തിനെയും ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ജോസഫിനെ ദൈവം ഉപകരണമാക്കി മാറ്റി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ജനത ഈജിപ്തിൽ അടിമകളായി മാറി. അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. മോശയുടെ പിൻഗാമിയായ ജോഷുവ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിച്ചു. ജോഷുവയ്ക്ക് ശേഷം യുദ്ധവീരന്മാരായ ന്യായാധിപന്മാർ ഇസ്രായേലിൻ്റെ ഭരണം ഏറ്റെടുത്തു. ദബുറ, ഗിയാദോൻ, സാംസൺ തുടങ്ങിയവർ ഇസ്രായേലിന് വേണ്ടി പോരാടി. എങ്കിലും ഒരു രാജാവിന് വേണ്ടി ഇസ്രായേലിൻ ജനത മുറവിളി ഉയർത്തി. അതനുസരിച്ച് ദൈവം സാബൂളിനെയും ദാവീദിനെയും സോളമനെയും രാജാക്കന്മാരാക്കി. എങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഭിന്നതകളുണ്ടായി. ഇസ്രായേൽ വിഭജിക്കപ്പെട്ടു. ജനം ദൈവത്തിൽ നിന്നും അകന്നു. ഏലിയ, ഏശയ്യ, മിക്ക, ജെറാമിയ, എസക്കിയേൽ എന്നീ പ്രവാചകന്മാർ പ്രവചനങ്ങളിലൂടെ ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ പരിശ്രമിച്ചു. പക്ഷേ അവരുടെ മുന്നറിയിപ്പുകളെ ജനം അവഗണിച്ചു. ഇസ്രായേൽ രാജ്യം വിദേശികളാൽ ആക്രമിക്കപ്പെട്ടു. ജനങ്ങൾ അസിറിയയിലും ബാബിലോണിലും അടിമകളായി മാറി. ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. എങ്കിലും ദൈവം അവരെ കൈവിട്ടില്ല. പ്രവാസത്തിനു ശേഷം സ്വന്തം രാജ്യത്തിലേക്ക് ഇസ്രായേലിൻ ജനങ്ങൾ തിരികെ വന്നു. യേശയ്യയുടെയും നെഹബിയയുടെയും നേതൃത്വത്തിൽ അവർ ദേവാലയം പുതുക്കി പണിതു. പിന്നീട് ഇസ്രായേൽ പേർഷ്യക്കാരുടെയും ഗ്രീക്കുകാരുടെയും സിറിയക്കാരുടെയും ഭരണത്തിൽ കടന്നുപോയി. യൂദാസ് മക്കവേസിന്റെ നേതൃത്വത്തിൽ ജനം രാഷ്ട്രീയമായി ചെറുത്തുനിന്നു. മലിനമാക്കപ്പെട്ട ദേവാലയം പുനഃസമർപ്പണം നടത്തി. അതിനുശേഷം റോമൻ ആധിപത്യത്തിലേക്ക് യഹൂദജനം പ്രവേശിച്ചു. ഈ സമയം ദൈവം നിശബ്ദനായിരുന്നു. അത്ഭുത പ്രവർത്തികളില്ല, വലിയ പ്രവചനങ്ങളില്ല, ദേവദൂതന്മാരുടെ ദർശനങ്ങളില്ല. ഒടുവിൽ ഈശോയുടെ ജനനത്തോടു കൂടി ആ നിശബ്ദത ഭേദിക്കപ്പെട്ടു. ദൈവപുത്രനാണെന്ന് തെളിയിച്ചുകൊണ്ട് അവൻ നീതിമാനായി ജീവിച്ചു. സത്യം പഠിപ്പിച്ചും അത്ഭുതങ്ങൾ കാട്ടിയും അവൻ പ്രവർത്തിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ചതിലൂടെ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത അവൻ നമുക്ക് കാണിച്ചു തന്നു. അവൻ കല്ലറയിൽ അടക്കപ്പെട്ടു. പക്ഷേ 3-ാം നാൾ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവൻ്റെ അനുയായികൾ ലോകമാകെ സഞ്ചരിച്ചു നടന്നു. ഇപ്പോൾ നമ്മളും ഈ കഥയുടെ ഭാഗമാണ്. നമുക്കും അവൻ്റെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഈ ലോകത്ത് മാറ്റം വരുത്തുവാനുള്ള കടമയുണ്ട്. കാരണം അന്ത്യവിധിക്കായി ഒരു നാൾ അവൻ തിരികെ വരും.